തലസ്ഥാന നഗരിയെ മാധ്യമ സംവാദങ്ങളാൽ സർഗാത്മകമാക്കിയ മാധ്യമ പഠന കേന്ദ്രം വീണ്ടും സജീവമായി. ആരംഭത്തിൽ മാധ്യമ പഠന കേന്ദ്രത്തിന്റെ രക്ഷാധികാരി ശ്രീ പി ഭാസ്കരൻ മാഷായിരുന്നു. ഉപദേശക സമിതി ചെയർമാൻ ശ്രീ പി ഗോവിന്ദപിള്ളയും. സമിതി അംഗങ്ങളായി ശ്രീ നരേന്ദ്രപ്രസാദ്, ശ്രീ ലെനിൻ രാജേന്ദ്രൻ, ശ്രീ ഹരികുമാർ, ശ്രീ കെ ജി ജോർജ് തുടങ്ങിയ പ്രതിഭകളും കരുത്തായി ഒപ്പമുണ്ടായിരുന്നു. പ്രശസ്ത ചലച്ചിത്ര നിരൂപകനും സ്ഥാപക പ്രസിഡന്റുമായ എഫ് തോമസ് സാറിന്റെ 80-ാം പിറന്നാളിന് ഹൃദ്യമായ ആദരവ് നൽകിയാണ് മാധ്യമ പഠന കേന്ദ്രം വീണ്ടും സജീവമായത്. ചലച്ചിത്ര ടെലിവിഷൻ രംഗത്തെ സജീവ സാന്നിധ്യമാക്കിയവരുടെ സംഭാവനകൾ, മാധ്യമ സംബന്ധിയായ ചർച്ചകൾ തുടങ്ങി സാംസ്കാരിക സായാഹ്നങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന മാധ്യമ പഠന കേന്ദ്രം വീണ്ടും പുതിയ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തിന് സാന്നിധ്യം കുറിച്ചുകൊണ്ട് റീൽ ആൻഡ് റീഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും സഹൃദയരിലേക്കെത്തിയിരിക്കുന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന എഫ് തോമസ് സാറിന്റെ 80-ാം പിറന്നാളിന് സുഹൃത്ത് ലോകം ഹൃദ്യമായ ആദരവ് നൽകിയ സമ്മേളനത്തിൽ വെച്ച് ലോകപ്രശസ്ത സിനിമ സംവിധായകനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാർ അദ്ദേഹത്തെ ആദരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും തുടർന്ന് ശ്രീ എഫ് തോമസ് സാറിന്റെ മറുപടി പ്രസംഗവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് റീൽ ആൻഡ് റീഡ് ചാനലിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുരുഷായുസ് മലയാളത്തിലെ നല്ല സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ച എഫ് തോമസ് സാറിനെ ആദരിക്കുവാനായി അദ്ദേഹത്തിന്റെ സുഹൃത്ത് ലോകം ഇവിടെ കൂടുകയാണ്. അത് ചലച്ചിത്ര രംഗം മാത്രമല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങളും ഓഫീസ് രംഗത്തും അതാണ് സുഹൃത്ത് ലോകം എന്നുള്ള ആ ഒരു എക്സ്പാൻഡഡ് ഒരു വേർഷൻ നമ്മൾ കൊടുത്തത്. ചലച്ചിത്ര ലോകം എന്നല്ല, സുഹൃത്ത് ലോകം എന്നാണ് കൊടുത്തത്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സാറല്ലാതെ വേറെ ആരായാലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്താൽ അതിൽ കുറവ് വരുമായിരുന്നു സാധാരണ. കാരണം ചലച്ചിത്ര രംഗത്തായാലും വ്യക്തി രംഗത്തായാലും ജീവിതത്തിലായാലും വളരെയേറെ അടുത്തിടപഴകുന്ന വളരെ ഇന്റിമേറ്റ് ആയൊരു ബന്ധമാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാറും എഫ് തോമസ് സാറായിട്ടുള്ളത്. കാണിച്ചതിന് ഏറ്റവും അനുയോജ്യൻ അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ്. അദ്ദേഹം ഇന്ത്യയുടെ കൾച്ചർ അംബാസഡർ എന്ന് ലോകത്ത് അറിയപ്പെടുമ്പോൾ അതിന് സമാന്തരമായിട്ട് എഫ് തോമസ് സാറ് നവ സിനിമയുടെ കേരളത്തിലെ ഒരു അംബാസഡർ കൂടെയാണ്. അങ്ങനെ ഒരു വിശേഷണം, ആ ഒരു പ്രസക്തി പൊതു സമൂഹത്തിന് മുമ്പിൽ ഈ പ്രൊജക്ട് ചെയ്യാൻ കൂടെയാണ് നമ്മൾ മാധ്യമത്തിന്റെ സ്ഥാപക പ്രസിഡന്റായ അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ചടങ്ങിലേക്ക് അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഇന്ത്യയിലെ മാത്രമേ ലോകത്തിന്റെ പ്രശസ്തനായ സിനിമാറ്റോഗ്രാഫറാണ് വേണു സാറ്. അദ്ദേഹം മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട പല സിനിമാ സമുദായരെയും സിനിമകളുടെ സിനിമാറ്റോഗ്രാഫറായിരുന്നു, സിനിമ ഡയറക്ടറായിരുന്നു. സാധാരണ പൊതുവേദികളിൽ പങ്കെടുക്കാൻ വിമുഖത കാണിക്കുന്ന ഒരാളാണ്. ഈ അദ്ദേഹത്തെ പൊതുവേദികളിൽ കണ്ടിട്ടില്ല. അദ്ദേഹം എഫ് തോമസ് സാറുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ ഒരു ഇന്റിമസി കൊണ്ടാണ് അദ്ദേഹം ഈ അദ്ദേഹത്തോട് ഒഴിവാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ ഒരു ബന്ധമുള്ളതുകൊണ്ടാണ് വന്നത്. ക്ഷണം സ്വീകരിച്ചുവിടെത്തിയ മഹത്തായ കലാകാരനെ വേണു സാറിനെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത എം പി സുകുമാരൻ നായർ, അദ്ദേഹം വളരെ കാലത്തിന് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ ഒരു ഫംഗ്ഷന് കിട്ടുകയാണ്. 80-കളിലും 90-കളിൽ പ്രത്യേകിച്ചും ഒരു കാലഘട്ടത്തിൽ വളരെ നിറഞ്ഞു നിന്ന ശ്രദ്ധേയനായ ഒരു സംവിധാനമായിരുന്നു. കഴകം എന്ന സിനിമയുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോൾ ഉണ്ടായ വിവാദങ്ങളും ആ ഒരു വർഷം തന്നെ നേടുന്നു. എനിക്ക് തോന്നുന്നു വി എസ് ആയേഷൊക്കെ ആ സമയത്ത് അവനെ ഫോളോ ചെയ്തിരുന്ന വ്യക്തികളുള്ളവരായിരുന്നു. അദ്ദേഹത്തെ എം പി സുകുമാരൻ നായരെ ഈ ചടങ്ങിൽ കിട്ടിയതിൽ ഞങ്ങളാണ് ആദരിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ വിശാഖത്തിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. വി എസ് രാജേഷ് ഇന്ന് അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു പത്രത്തിന്റെ വളരെ പോസ്റ്റിലിരിക്കുകയാണ്. ഈ സമയത്ത് ഈ പത്രപ്രവർത്തകർക്ക് ഏറ്റവും വളരെ തിരക്കുള്ള സമയമാണ്. അദ്ദേഹം എഫ് തോമസ് സാറിന്റെ
ബന്ധത്തിന്റെ ഞാൻ പലപ്പോഴും എം.എസ്. സാറിന്റെ വീട്ടിൽ നിന്ന് പോകുമ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എം.എസ്. സാറിന്റെ റെഫറൻസ് ചോദിക്കുന്നത് കാണാം. ഈ ഫിലിം ഹിസ്റ്ററി എന്ന സിനിമകളുടെ റെഫറൻസ് ഒക്കെ ചോദിക്കുന്നത് കാണാം. എം.എസ്. സാറിനുള്ള ഒരു ബന്ധത്തിന്റെ ഒരു പ്രത്യേകത മാത്രമാണ് അദ്ദേഹം ഈ ചടങ്ങിലെത്തിയത്. നേരത്തെ അദ്ദേഹം ഇപ്പൊ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റൊക്കെ ആയിരുന്നു. ഫിലിം ജേർണലിസത്തെയും ഫിലിം റിവ്യൂസിനെയൊക്കെ ഒരു അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പത്രപ്രവർത്തനമായിരുന്നു അദ്ദേഹം. ഈ ചടങ്ങിനെ ആശംസിക്കാനെത്തിയ വി.എസ്. രാജേഷിനെ എന്റെ സുഹൃത്തുക്കൂടായ വി.എസ്. ആദരവോട് സ്നേഹിക്കുന്നു. അടുത്ത ഈ പ്രോഗ്രാമിന്റെ പങ്കാളിയും കൂടിയായ ബാനർ ബിജുവാണ്. തിരുവനന്തപുരത്തെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തെ ഏറ്റവും സജീവമായി നിൽക്കുന്നു. ഇപ്പോഴും ഫിലിം സൊസൈറ്റി പ്രവർത്തനത്തെ ആക്ടീവ്സുമായി കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഈ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ബാനർ ബിജു എം.എസ്. സംസ്ഥാനെ കൊണ്ടത് എടുത്ത ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഈ പാക്കേജ് തുടങ്ങിയത് തന്നെ. ഇനിയും നമ്മൾ ഒരുമിച്ച് പല പ്രോഗ്രാമുകളിലും കമ്പൈൻഡ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ആദരവോടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചടങ്ങില് വേദിയിലിരിക്കുന്ന പോലെ തന്നെ ബഹുമാനീയ ആൾക്കാരാണ് സദസ്സിലുള്ളത്. അവരെയും ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വേണുചേട്ടനെ ഒരു സദസ്സിൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. സാധാരണ രീതിയിൽ അദ്ദേഹത്തെ ഇത്തരം സദസ്സുകളിലൊന്നും കാണാറില്ല. ഈ ചലച്ചിത്ര ഫിലിം സൊസൈറ്റികളുടെയോ അല്ലെങ്കിൽ പിന്നെ അക്കാദമിയുടെ ഒക്കെ പരിപാടികൾ വളരെ അപൂർവമായിട്ട് മാത്രമേ വേണു സാറിനെ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം തോമസ് സാറുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധത്തിൽ ഇവിടെ എത്തി മാത്രമായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. സദസ്സിൽ ഇന്ന് പോകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിച്ചോളുന്നു. എല്ലാവർക്കും നമസ്കാരം. അടൂർ സാറ് മുതൽ എല്ലാവരും പരിചയക്കാരാണ്. എല്ലാവരും നമുക്ക് വളരെ അടുപ്പമുള്ളവരും സ്നേഹമുള്ളവരുമാണ്. ഇത്രയും പേര് ഒന്നിച്ച് ഇവിടെ ഇരിക്കുന്നത് തോമസ് മാഷിനോടുള്ള ബഹുമാനവും സ്നേഹവും കൊണ്ട് മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എന്താണ് ഇത് ഇത്രയും സ്നേഹവും ബഹുമാനവും അർഹിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അതും എല്ലാവർക്കും അറിയാം. സിനിമ കാണുക മാത്രമല്ല, കാണിക്കുകയും അതിനെക്കുറിച്ച് എഴുതുകയും നമ്മൾ നിരൂപണം എന്നൊക്കെ പറയുന്ന ശാഖ വളരെ മോശമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഒരു കാലത്ത് ഞാനൊക്കെ സിനിമ കണ്ടു തുടങ്ങുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് പോലും എം.എഫ്. തോമസ് എന്നൊരു പേര് നമ്മൾ പലയിടത്തും കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് 80 വയസ്സായി. 80 വർഷത്തിനകം അദ്ദേഹം ചെയ്ത് അതിന്റെ മഹാഭൂരിപക്ഷം സമയം അദ്ദേഹം സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വേണ്ടിയായിരിക്കും ചെലവഴിച്ചിട്ടുള്ളത്. അതിന്റെ ഫലം, അതിന്റെ ഗുണം അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അദ്ദേഹത്തിന് ഈ വിശിഷ്ട അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്നെപ്പോലെ ഒരാൾ ഇവിടെ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഇരിക്കാൻ ഉള്ള അവസരം അടൂർ സാറിനെ പോലെ പ്രത്യേകിച്ച് ഒരവസരം തന്നതിൽ വളരെ സന്തോഷവും കൃതജ്ഞതയുമുണ്ട്. എന്നെ ഇങ്ങനെ ഇവിടെ ഒന്നും കാണാറില്ല എന്ന് പറഞ്ഞു. അത് മനഃപൂർവ്വമല്ല. കുറച്ച് പ്രസംഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്ന് ഒരു യോഗത്തിൽ അധ്യക്ഷനാകുന്നത്. അതും വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. ഈ ദിവസം ഓർമ്മിക്കാൻ എനിക്ക് അത് ധാരാളമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തോമസ് മാഷിന് പ്രത്യേക അഭിനന്ദനങ്ങൾ, ആശംസകൾ. തോമസ് സാറിന്റെ പിറന്നാൾ ആഘോഷത്തിന് ഉദ്ഘാടനം ചെയ്യുവാനായി അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ ചടങ്ങ് ഉദ്ഘാടനം നടത്തുന്നത് അടൂർ ഗോപാലകൃഷ്ണന്റെ സാറിന്റെ പകരം വെക്കാൻ മറ്റൊരാളില്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹവും എം. തോമസ് സാറുമായിട്ടുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധം നമുക്കെല്ലാം അറിയാവുന്നതാണ്. അടൂർ സാറിന്റെ ആദ്യ ചലച്ചിത്ര ഗ്രന്ഥത്തിന്റെ എഡിറ്റർമാരിൽ ഒരാളും അടൂരിന്റെ സിനിമാ സാമ്രാജ്യത്തെപ്പറ്റി 2 പുസ്തകങ്ങളുടെ കർത്താവ് കൂടിയാണ് തോമസ് സാർ. മലയാളികളെ നല്ല സിനിമ കാണാൻ പഠിപ്പിച്ച ലോകോത്തര നിലവാരമുള്ള സിനിമകൾ ഉണ്ടാക്കി നമ്മുടെ സിനിമയെ ലോക സിനിമാ ഭൂപടത്തിൽ പ്രതിഷ്ഠിച്ച അതുല്യ ചലച്ചിത്രകനായ അടൂർ സാർ ഇന്ത്യയിൽ സത്യജിത് റേയ്ക്ക് ശേഷം ഏറ്റവും അധികം വിശ്വപ്രസിദ്ധി ആർജിച്ച ഒരേ ഒരു ചലച്ചിത്രകാരനാണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും ജെ.സി. ഡാനിയൽ പുരസ്കാരമടക്കം ഇന്ത്യയിൽ അദ്ദേഹത്തിന് കിട്ടാത്ത സമ്മാനങ്ങളില്ല. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ, കെ.ആർ. നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യക്ഷൻ, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗം തുടങ്ങി പല നിലകളിലും സിനിമയെ കൈപിടിച്ച് നടത്തിയ മഹാപ്രതിഭയാണ് അദ്ദേഹം. 80കളുടെ ചെറുപ്പത്തിലും കർമ്മനിരതനായി തന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനിടയിലും
ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരപൂർവ്വം, സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷം ഈ ഒരു ചടങ്ങിൽ. പ്രത്യേകിച്ച് എനിക്ക് വളരെ പ്രിയപ്പെട്ട സുഹൃത്തായ ശ്രീ തോമസിൻ്റെ 80ാം ജന്മദിനം നല്ല രീതിയിൽ വളരെ സ്നേഹപൂർവ്വം, വളരെ ആദരപൂർവ്വം കൊണ്ടാടി എന്ന് കാണുന്നതിൽ അതിന് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നു എന്നുള്ളതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. മാധ്യമ പഠന കേന്ദ്രത്തിനും പ്രത്യേകിച്ച് അതിൻ്റെ അധ്യക്ഷനായ ശ്രീ ഷിറാസ് ഖാന് ഞാൻ പ്രത്യേകം നന്ദിയും അഭിനന്ദനവും പറയുന്നു. തീർച്ചയായിട്ടും അത്ര ഈ നിരൂപകരെ അത്ര ആളുകളുടെ ഇടയിലോ സിനിമാക്കാരുടെ ഇടയിലോ പൊതുജനങ്ങളുടെ ഇടയിലോ പോപ്പുലറായിട്ടുള്ള വ്യക്തികളല്ല. എനിക്ക് നല്ലൊരു ഉദാഹരണം പറയാം. ബോംബെയിൽ ഒരിക്കൽ ഞാൻ സാധാരണ പടം എടുത്തു കഴിഞ്ഞാൽ മുമ്പൊക്കെ ചെയ്യുന്നത് ബോംബെയിലാണ് നല്ല, ശരിക്കും പറഞ്ഞാൽ വിക്രം സിംഗ് തുടങ്ങിയ, വിക്രം സിംഗ് എന്ന് പറയുന്നത് മറ്റേ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വിക്രം സിംഗ് ആണ്. അതുപോലെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ പിന്നെ റിവ്യൂവർ ക്രിട്ടിക്കുമായിട്ടുള്ളായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് വരുന്നില്ല. ഇക്ബാൽ മസൂദ്, കറക്റ്റ്, ഇക്ബാൽ മസൂദ്. ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട, പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലും മറ്റു പത്രങ്ങളൊക്കെ വളരെ നല്ല ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ടുള്ള TMP നെടുങ്ങാടി ഉദാഹരണത്തിന്, അദ്ദേഹം മലയാളത്തിൽ എഴുതിയിരുന്നത് നാദിർഷ എന്നുള്ള പേരിലാണ്. നല്ല പാണ്ഡിത്യം സിനിമയിൽ മാത്രമല്ല മറ്റെല്ലാ കലകളിലും സാഹിത്യത്തിലും ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ നല്ല അവഗാഹമുള്ള TMP നെടുങ്ങാടി. ഇങ്ങനെ ഇവരെല്ലാം ബോംബെയിലുള്ളത് കൊണ്ട് ഞാൻ ഒരു പടം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ കാണിക്കുന്നതിന് മുമ്പ് തന്നെ, കേരളത്തിൽ കാണിക്കാത്തത് മനഃപൂർവ്വമല്ല, ഈ ദേശീയ ശ്രദ്ധ കിട്ടണമല്ലോ പടം എടുത്താൽ, അതുകൊണ്ട് ബോംബെയിൽ പോയി പ്രിവ്യൂ നടത്തുന്ന പരിപാടികളായിരുന്നു. അങ്ങനെ ഒരിക്കലൊരു പടം കുറേ മലയാളികൾ എങ്ങനെയോ കേട്ടറിഞ്ഞ് വന്ന ഒരു മലയാളി, പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം നിരൂപകനാണെന്ന്. പടം കണ്ടിറങ്ങിയപ്പോൾ, ഏത് പടമൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല, പടം കണ്ടിറങ്ങിയപ്പോൾ പറഞ്ഞു ഞാൻ വധിക്കാൻ പോവുകയാണെന്ന്. എന്നോടല്ല, അവിടെ നിന്നവരോട്. ഞാൻ പറഞ്ഞു എന്നെ വധിക്കാനോ, എന്തിനാ, ദയാവധം വല്ലോ, ദയാവധം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള പണികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എന്തിനാണ് ഇത് വധിക്കുന്നത്? അല്ലെങ്കിൽ ഒരാൾ ഒരു നിരൂപണം എഴുതിയാൽ തീർന്നു പോകുന്നതാണോ നമ്മുടെ ഒരു ജീവിതകാലത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്? അങ്ങനെ പറഞ്ഞൊരു ചുരുക്കം, നിരൂപകൻ അങ്ങനെ സിനിമ എടുക്കുന്നവരുടെ കൂട്ടത്തിലായാലും പൊതുജനങ്ങളുടെ ഇടയിലായാലും അങ്ങനെ വലിയ ശ്രദ്ധയൊന്നും ആകർഷിക്കാത്ത, ബഹുമാനമൊന്നും ആകർഷിക്കാത്ത ആളുകളാണ്. അതിൻ്റെ പ്രധാന കാരണം ഇവരെ പൊതുവേ തന്നെ വളരെ ഉദാസീനമായിട്ടാണ് സിനിമകൾ കാണുന്നത്. അവർക്ക് അങ്ങനെ ഒരു തോന്നുന്നില്ല. അവർക്ക് പഠിക്കാനുള്ള ഒരു വിഷയമാണെന്നോ ഇതൊരു ഭാഷയാണെന്നോ ഇതിന് സ്വന്തമായ ഭാഷയുണ്ടെന്നോ മനസ്സിലാക്കാത്ത ആളുകളാണ്. അവർക്ക് മലയാളത്തിൽ പ്രത്യേകിച്ച് കൂട്ടി എഴുതാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട്, പത്രാധിപന്മാർ ഒരു പക്ഷേ അങ്ങനെ ഒരു പങ്ക്തി വയ്ക്കുന്നത് കൊണ്ടും ഇങ്ങനെ എഴുതി പോകുന്നതാണ്. അവരിൽ തന്നെ വളരെ വ്യത്യസ്തമുള്ള ഒരു നിരൂപകനായിരുന്നു സിനിക്കുന്ന പേരിൽ എഴുതിയിരുന്ന വാസുദേവൻ നായർ. അദ്ദേഹം തിരുവനന്തപുരത്ത്, കോഴിക്കോട്ട് നിന്ന് അദ്ദേഹം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹം, എനിക്ക് തോന്നുന്നു ചീഫ് ഓഫ് ദി പോസ്റ്റ് ഓഫീസ്, അങ്ങനെ എന്തോ ഒരു ജോലിയിലാണ് അദ്ദേഹം ഇവിടെ വന്നിരുന്നപ്പോൾ, അപ്പോഴാണ് ചിത്രലേഖയിൽ സ്ഥിരമായിട്ട് പടങ്ങൾ കണ്ടിട്ട് ഒരുപാട് ഞങ്ങൾ സിനിമയെ പറ്റി ചർച്ച ചെയ്യുമായിരുന്നു. ആ മനുഷ്യന്റെ എഴുത്ത് തന്നെ മാറി. നിങ്ങൾ ആ കാലഘട്ടം നോക്കിയാലറിയാം. സിനിക്ക് എന്ന പേരിൽ പിന്നീട് അദ്ദേഹം എഴുതിയ റിവ്യൂസ് വായിച്ചാൽ അറിയാം അത് സിനിമ എന്താണ് എന്നുള്ളതിനെപ്പറ്റി വളരെ ശ്രദ്ധേയമായിട്ടുള്ള ലേഖനങ്ങളാണ് എഴുതിയത്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നിയ എലിപ്പത്തായം പോലെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ, അന്ന് കോഴിക്കോടനാണ്, അത് വലിയ സിനിമയുടെ അവസാനത്തെ നിരൂപകനായിട്ട് അറിയപ്പെടുന്ന കോഴിക്കോടനാണ്. അദ്ദേഹത്തിൻ്റെ ടൈറ്റില്, ഈ പടത്തെപ്പറ്റി എഴുതിയ ടൈറ്റില് ഒരു തറവാടിൻ്റെ ക്ഷയം എന്നാണ്. അതിനെപ്പറ്റിയേ അല്ല സിനിമ. എത്രമാത്രം ബ്രാൻഡാണ് അദ്ദേഹം ഈ സിനിമയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് എന്നുള്ളത് ആ ഹെഡിങ് മാത്രം മതി.
അതേസമയം നാദിർ ഷാ എഴുതിയ ഒരു പീസ് ഉണ്ടാകുന്നത്, ഞാനത് ആ കാലത്ത് എഴുതിയതാണ്. സ്വയംവരം കഴിഞ്ഞു ഇനിയോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ലേഖനം വളരെ വളരെ ശ്രദ്ധേയങ്ങളായിട്ടാണ് എഴുതിയത്. എല്ലാവരും ഈ പടത്തെ പറ്റി കുറ്റം പറയും, കേരള ഗവൺമെന്റിന്റെ ഇതൊക്കെ വരുന്നത്. മോർക്കോത്ത് കുഞ്ഞപ്പ എന്ന് പറയുന്ന അദ്ദേഹം മാതൃഭൂമിയിൽ എഡിറ്ററായിരുന്നു തോന്നുന്നു. അദ്ദേഹം എഴുതിയ ഒരു ലെറ്റർ ടു എഡിറ്റർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സർവത്ര ഈ പടത്തെ പറ്റി അങ്ങ് ആക്രമണമാണ്. അദ്ദേഹം സിനിമാ നിരൂപകനൊന്നുമല്ല, പക്ഷെ എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു 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 ലെറ്റർ ടു എഡിറ്റർ മാതൃഭൂമി വാരിക വന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് സിനിമ എല്ലാം നിരന്തരമായിട്ട് കണ്ടിട്ടുണ്ടാകുന്ന സെൻസിറ്റിവിറ്റി അല്ല, മറിച്ച് നമ്മുടെ ജീവിതം ജീവിച്ചും ഒരു കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സെൻസിറ്റിവിറ്റിയാണ് ശരിക്കും നല്ല സിനിമ മനസ്സിലാക്കാൻ ആവശ്യം. അത് സ്വായത്തമാക്കിയ ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ തോമസ്. അതുകൊണ്ടാണ് തോമസ് എല്ലാവർക്കും സ്വീകാര്യനായിരിക്കുന്നത്. തോമസ് ഒരിക്കലും ആരെയും വധിക്കാൻ ഇറങ്ങിയിട്ടില്ല. ആരെയെങ്കിലും വധിക്കുക, അങ്ങനെ ഒരു കൊലപാതകത്തിന് അദ്ദേഹത്തിന് ഉദ്ദേശമില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. കൊലപാതകയല്ല, അദ്ദേഹം വളരെ സമാധാനപ്രിയനാണ്. തോമസോട് പെരുമാറുന്നവർക്ക് ആർക്കും തന്നെ അദ്ദേഹത്തിനോട് മോശമായ അഭിപ്രായം തോന്നുകയില്ല. വളരെ വളരെ സൗമ്യനായിട്ടുള്ളത്, ഏറ്റവും സൗമ്യം എന്ന് പറയാവുന്നതാണ് അദ്ദേഹത്തിന്റെ ശൈലി പോലും. എനിക്ക് ആകെ തോമസിനെ പറ്റിയുള്ള പരാതി, തോമസിനെ പോലെ ഇത്രയും സിനിമ കണ്ടിട്ടുള്ള ഒരാൾ ഇന്ന് നമ്മുടെ ആരുടെയും കൂട്ടത്തിലില്ല. പക്ഷേ ഇദ്ദേഹം ഒരു മടിയനാണ്, എഴുതത്തില്ല. ഞാൻ വളരെ വളരെ പ്രാവശ്യം നേരിട്ട് വളരെ രൂക്ഷമായിട്ടുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തോമസേ ഇതിങ്ങനെ പറ്റില്ല, ഇത്രയും മടി പാടില്ല. വയസ്സായില്ലേ എന്നാ പറയുന്നത് എന്നോടൊക്കെ. അത് വളരെ സ്ലോ ആയിട്ടാണ് പറയുന്നത്, വയസ്സായില്ലേ എന്നാ പറയുന്നത്. ഞാൻ പറയുന്നത് വയസ്സോ, ഞാനും നിങ്ങളെക്കാട്ടിൽ 5-6 വയസ്സ് മൂത്തതാണ്, പക്ഷെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല വയസ്സായെന്ന്. അതുകൊണ്ട് എന്നെ തന്നെ ഉദാഹരണമാക്കിക്കോളൂ. ഞാൻ ഈ 86-ാമത്തെ വയസ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിൻവലിയരുത്, മാറി നിൽക്കരുത് എന്ന് ഞാൻ തോമസിനോട് പറയാറുണ്ട്. എനിക്ക് ഈ സമയത്ത് 80-ാം വയസ്സെന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയേണ്ടത് വലിയ വയസ്സൊന്നുമല്ല. കേരളത്തിലെ പണ്ട് ഷഷ്ഠ്യബ്ദ പൂർത്തിയായിരുന്നു ആളുകൾ വളരെ കാര്യമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഷഷ്ഠ്യബ്ദ പൂർത്തി ആഘോഷങ്ങളിൽ ഞാൻ പോയി പങ്കാളിയായിട്ടുണ്ട്. അതിൽ കുട്ടിയായിട്ട് തന്നെ, കാരണം അതിനോടൊപ്പം ഉള്ള സദ്യയൊക്കെ ഉള്ള രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന് ഒരാൾ 55 വയസ്സ് സാധാരണഗതിയിൽ ഇതിനെപ്പറ്റി പഴയ ശാസ്ത്രം അനുസരിച്ച്, മനുഷ്യശാസ്ത്രം അനുസരിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് കേവലം 55 വയസ്സ് വരെ ജീവിക്കാൻ മാത്രമാണ്. പ്രകൃതി എത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞൊക്കെ നമ്മളിപ്പം നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും നമ്മുടെ ജീവിത ശൈലി കൊണ്ടും ഒക്കെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ആധുനിക ശാസ്ത്രത്തിലെ വൈദ്യം, ഇങ്ങനെ പല കാര്യങ്ങളായി ഇപ്പം 140 വയസ്സ് വരെ ജീവിക്കാനുള്ള വൈദ്യശാസ്ത്രം അതുവരെയുള്ള നിലയിലേക്ക് ആയിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 120 വയസ്സ് വരെയായിരുന്നു, ഇപ്പോൾ 140 വയസ്സ് വരെയായിരുന്നു. ഇപ്പോൾ അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു രോഗമാണെന്ന് കണ്ട് അതിനെ ചികിത്സിക്കാനാണ് അവർ നോക്കുന്നത്. അത് അത്രമാത്രം വികസിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്കൊന്നും 140 വയസ്സ് വരെ ജീവിക്കാൻ യാതൊരു ആഗ്രഹവുമില്ല. ജീവിക്കുന്ന കാലം നമുക്ക് നേരെ നടക്കുകയും പിടിക്കുകയും ആളുകളായിട്ട് സംസാരിക്കുകയും അവർ പറയുന്നത് കേൾക്കുകയും വല്ലതും വായിക്കുകയൊക്കെ ചെയ്യാൻ കഴിയണമേ എന്നൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ തോമസിനോട് എനിക്ക് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, 80 വയസ്സായി എന്ന് പറഞ്ഞ് അതൊരു എക്സ്ക്യൂസ് ആക്കല്ലേ തോമസേ. എഴുതു തോമസേ, നിങ്ങളുടെ ഇത്രയും അറിവുള്ള ആള് മിണ്ടാതിരിക്കരുത്, എഴുതാതിരിക്കരുത്. ഞങ്ങളെല്ലാം വായിക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, ഇനി വരുന്ന തലമുറകളും. അതുകൊണ്ട് ഇത്രയും ഈ കാഴ്ചയുടെ അനുഭവം ഇത്ര അധികം കിട്ടിയിട്ടുള്ള ഒരാൾ അപൂർവമാണ്, നമ്മുടെ ഇടയിൽ അപൂർവമാണ്. ഏറ്റവും കുറച്ച് എഴുതിക്കൊണ്ടിരിക്കുക. സിനിമയെ പറ്റി തീരെ അറിയാത്തവരൊക്കെ പുസ്തകങ്ങളിൽ അറിയിക്കൊണ്ടിരിക്കുന്നു. ഒരു സിനിമയുടെ സൗന്ദര്യശാസ്ത്രത്തെ പറ്റിയൊക്കെ നിരന്തരമായിട്ട് പുസ്തകങ്ങൾ ഇറക്കുകയാണ്. അത് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം. ഇവർക്കെല്ലാം കേരള ഗവൺമെന്റിന്റെ അവാർഡ് കിട്ടുന്നുണ്ട്. എങ്ങനെ നടക്കുന്നോ ആർക്കറിയാം, കാരണം ഇതിനെപ്പറ്റി അറിയാത്തവരാണ് ജഡ്ജിമാർ. ഇതിങ്ങനെ ഒരു വിഷമവൃത്തത്തിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. അറിയാവുന്നവർ മിണ്ടാതിരിക്കുന്നു, അയ്യോ വയസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലും നേരെ പറയുന്നില്ല, വയസ്സായി. അങ്ങനെ വലിയ ബന്ധത്വം വേണ്ട തോമസേ, ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങളൊക്കെ ഇപ്പോഴും ഈ മീറ്റിങ്ങിലൊക്കെ സംസാരിക്കുന്നില്ലേ വന്നിട്ട്, ഇല്ലേ? അപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നു, അതിനുള്ള ധൈര്യം കാണിക്കുന്നു.
സിനിമ എടുക്കാനായിട്ടുള്ള ധൈര്യം, തയ്യാറെടുപ്പ് നടത്തുന്നു. ഇതൊക്കെ വല്ലാത്ത ധൈര്യങ്ങളാണ്, സംശയമൊന്നുമില്ല. 86-ാമത്തെ വയസ്സിൽ പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ കാര്യമാണ് പറയുന്നത്. പല വീടുകളിലും പോയാലും ആരെങ്കിലും ഈ 80 കഴിഞ്ഞവരൊക്കെ മിക്കവാറും കിടപ്പിലായിരിക്കും. ഏത് വീട്ടിൽ ചെന്നാലും ഒരു പ്രായ ആള് കിടപ്പിലായിരിക്കും. ഇന്നിപ്പോ അങ്ങനെ കിടക്കേണ്ട പലരാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മളെ പ്രായത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. നമ്മളൊന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില ദൗത്യങ്ങളുണ്ട്. അത് എപ്പോഴും വിജയകരമായ ദൗത്യമാകണമെന്നൊന്നുമില്ല. പക്ഷെ ആ ദൗത്യം തന്നെ തുടരുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ദൗത്യം. അതുകൊണ്ട് തോമസിനെ എന്നെ ആദ്യമായിട്ട് ഞാൻ കുറേ ലേഖനങ്ങളൊക്കെ പ്രധാനമായിട്ടും കാമ്പിശ്ശേരിയാണ് എന്നോട് ആദ്യമായിട്ട് ലേഖനങ്ങൾ സിനിമയെ പറ്റി എഴുതണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പം ജനയുദ്ധത്തിന്റെ വിശേഷ നിരന്തരമായിട്ട് എൻ്റെ കൃത്യമായിട്ട് എല്ലാ പതിപ്പിലും വരുമായിരുന്നു എൻ്റെ ലേഖനങ്ങൾ. അത് കഴിഞ്ഞ് മണർകാട് മാത്യു, ഇവർ രണ്ടുപേരും ഇന്ന് നമ്മളോടൊപ്പമില്ല. മലയാള മനോരമ അവരുടെ വാർഷിക പതിപ്പിൽ. അപ്പോൾ ഈ വാർഷിക പതിപ്പിൽ എഴുതിയ ലേഖനങ്ങൾ തോമസ് എന്നോട് പറഞ്ഞു, ഇതൊരു പുസ്തകമാക്കി കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ തോമസ് അത് വേണോ ചോദിച്ചു. അല്ലല്ല, ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്യാം എന്ന് പറഞ്ഞു. ഓ ചെയ്യാം. തോമസ് വളരെ നിരന്തരമായിട്ട് എന്നെ സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ട് ഞാനിതെല്ലാം കൂടെ എടുത്ത് വീണ്ടും അത്യാവശ്യം ചില തിരുത്തൊക്കെ വരുത്തി പുസ്തകമാക്കി സിനിമയുടെ ലോകം എന്ന് പറഞ്ഞൊരു പുസ്തകമായിട്ട് ഇറക്കി. അതിന് നാഷണൽ അവാർഡും കിട്ടി. അപ്പൊ തോമസ് എന്നെ ഒരു സിനിമാ ലേഖകൻ എന്നുള്ള നിലയിൽ എന്നെ ഈ രംഗത്ത് പിന്തുണയും സമ്മർദ്ദവും ചെലുത്തിയ ഒരാൾ കൂടിയാണ്. അപ്പൊ തോമസിന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു. കാരണം സിനിമയെ പറ്റി എഴുതുക എന്ന് പറയുന്നതും അത്ര സിനിമ സംവിധായകനായതുകൊണ്ടോ സിനിമാ പ്രവർത്തകനായതുകൊണ്ടോ സാധിക്കണമെന്നില്ല. അതും വളരെ ശ്രമകരമായിട്ടുള്ള, ധാരാളം പഠിച്ച് വേണം എഴുതാനും, വെറുതെ എഴുതി വിടാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഒരുപാട് സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തോമസിന് വളരെ ആയുസ്സും കൂടുതൽ ഉന്മേഷവും കൂടുതൽ പ്രവർത്തിക്കാനുള്ള ത്വരയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് എൻ്റേതായിട്ടുള്ള ഒരു ഉപഹാരം അർപ്പിക്കുവാൻ എനിക്ക് വളരെ വളരെ താങ്ക് യു. നന്ദി അരൂർ സാർ. അടുത്തതായിട്ട് നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് MP സുകുമാരൻ നായർ സാറാണ്. സ്വന്തമായ ഒരു സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് അതിലൂടെ വെട്ടിത്തെളിച്ച് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമൊക്കെ പഠിച്ച് സ്വന്തം വഴി വെട്ടിത്തെളിച്ച MP സുകുമാരൻ നായർ സാറിനെ ഈ പരിപാടിയിൽ സംസാരിക്കുന്നതിനായി അഭിസംബോധന ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയ അടൂർജി, വേണു ഇഷ്ടോട്ട് വന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. വേണു, MF തോമസ്, രാജേഷ്, എല്ലാം പരിചയമുള്ള ധാരാളം ആൾക്കാർ ഓഡിറ്റോറിയം ഇതിനകത്ത് തന്നെ വേദി ഇവിടെ എല്ലാം ഇരിപ്പുണ്ട്. ഞാൻ ആരുടെയും കൂടുതൽ പേരെടുത്ത് പറയുന്നില്ല. ഇവിടെ വേണു പറഞ്ഞ പോലെ ഞാനും പ്രസംഗിക്കാൻ അത്ര മിടുക്കനായ ഒരാളല്ല. എങ്കിലും പ്രസംഗിക്കേണ്ട ചില അവസരങ്ങൾ വരുന്നതുകൊണ്ട് മാത്രം പ്രസംഗിക്കാൻ വന്നു പോകുന്നതാണ്. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെയുള്ള പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. കാരണം വെറുതെ വന്ന് ഒരു വേദിയിൽ നിന്ന് ആൾക്കാരെ വേടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ പുറത്തിറങ്ങാറില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ഇവിടെ വന്നതിന്റെ ഒരു പ്രധാന കാരണം ശ്രീ MF തോമസിന്റെ 80 എന്നുള്ളതല്ല. ഇപ്പൊ 80-നെ പറ്റി ഇവിടെ ചർച്ച ധാരാളം വന്നു കഴിഞ്ഞു. അപ്പൊ 80-നെ പറ്റി പറയണ്ട. എന്തായാലും ശരി, ഒരു കാലങ്ങളോളം ഒരു സിനിമയുടെ
പ്രവർത്തനമായിട്ട് അതിന് സിനിമ എന്ന് പറയുന്നത് ഒരുപക്ഷെ സിനിമ നിർമ്മിക്കുന്നവർ മാത്രമാണോ സിനിമാക്കാരെന്ന് എല്ലാ കാലത്തും ഞാൻ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ പല അവാർഡുകൾക്കും പലരെയും കൺസിഡർ ചെയ്യുമ്പോൾ അത് നിർമ്മാതാക്കൾ അല്ലെങ്കിൽ സംവിധായകർ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ മാറി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു ചോദ്യം എനിക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു. ആ ഒരു അത്ര ഒരു ഗ്യാപ്പിലായിരിക്കും ഒരു പക്ഷേ ഇവിടെ ഷിറാസ് ഖാന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇന്നിങ്ങനെ ഒരു എം.എഫ്. തോമസിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് തീർത്തും സന്തോഷകരമാണ്. അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ്. 80 വയസ്സായതുകൊണ്ടല്ല, അത് അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് മാത്രം പറയാണ്. എനിക്ക് എന്റെ വളരെ അടുത്ത സുഹൃത്തെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. കാരണം ഞാൻ കുറെ കാലം കോട്ടയത്തായിരുന്നു. ഞാൻ 95 മുതലോ മറ്റാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അപ്പൊ എന്റെ ആദ്യത്തെ പല വേദികളിൽ വെച്ചും അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പല രീതിയിൽ അറിയാമെങ്കിൽ പോലും എനിക്ക് ഏറ്റവും എന്റെ മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഒരു സിനിമ എടുത്ത് നമ്മൾ സെൻസർ ബോർഡിൽ സെൻസർ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്നത്. കാരണം ഈ ഇന്നത്തെ സിനിമ അല്ല ഞാൻ തുടങ്ങിയ സമയത്തുള്ള സിനിമ. കാരണം അത് ഫിലിമിലാണ് ചെയ്യുന്നത്. അപ്പൊ അവരെവിടെയെങ്കിലും ഒരു കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം മാറ്റി വീണ്ടും അത് റീമിക്സ് ചെയ്തപ്പോൾ അത് നാളെ വളരെ ബുദ്ധിമുട്ടി സിനിമ എടുക്കുമ്പോൾ അതിന്റെ കൂടെ ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതല്ല ഇനി യൂസ് സർട്ടിഫിക്കറ്റ് അല്ല വേറെ ഒന്നാണെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ട്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്താ വെച്ചാൽ എന്റെ ആദ്യ സിനിമയുടെ സെൻസറിങ്ങിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ സെൻസർ ബോർഡിലെ കുറെ അംഗങ്ങൾ അത് കാണും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് നിർമ്മാതാവിനെയോ അല്ല അതിന്റെ റെപ്രസെന്റേറ്റീവ് ആരെങ്കിലും വിളിച്ച് അവരുമായിട്ടൊരു സംസാരമുണ്ട്. അപ്പൊ ഈ സ്ക്രീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കുകയാണ്. അവൻ എന്നെ വിളിച്ചു, ഞാൻ അകത്ത് ചെല്ലുമ്പോഴാണ് നമ്മുടെ മനസ്സൊന്ന് തണുക്കുന്നത്. കാരണം അവിടെ ഇരിക്കുന്നത് ശ്രീ എം.എഫ്. തോമസ് ആണ്. അതിലൊരാള് എം.എഫ്. തോമസ് ആണ്. ഈ എം.എഫ്. തോമസ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് തന്നെ ഇനിയിപ്പോ 2 കട്ട് പറഞ്ഞാൽ പോലും എം.എഫ്. തോമസ് ഉണ്ടല്ലോ അവിടെ. അപ്പൊ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു തരത്തിലുള്ള നമ്മളുടെ ഒരു ഏതെങ്കിലും ഒരു സൗജന്യം കിട്ടുമല്ലോ എന്ന് എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ സെൻട്രൽ ബോർഡില് ഈ പടം കാണാൻ പോകുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ പടം നല്ലതാണെന്ന് ചീത്തയാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഇവരുടെ പക്ഷെ എം.എഫ്. തോമസിന്റെ ഒരു പ്രസൻസ് നമുക്കൊരു വലിയൊരു ധൈര്യം തരുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് എന്റെ 2-3 സിനിമകൾക്ക് എനിക്ക് തോന്നുന്നത് എനിക്ക് ആദ്യത്തെ 4 സിനിമകള് സെൻസർ ബോർഡില് അദ്ദേഹമായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഇതാണ് എനിക്ക് വളരെയധികം എന്റെ മനസ്സിൽ എല്ലാ കാലത്തും എം.എഫ്. തോമസിനെ പറ്റി ആലോചിക്കുമ്പോൾ സെൻസർ ബോർഡും അതുമായിട്ടുള്ള എന്റെ ഒരു യുദ്ധവും അതിനകത്തുണ്ടാകുന്ന എനിക്ക് എങ്ങനെയോ ഇതൊക്കെ കൊണ്ട് ഭാഗ്യത്തിന് കട്ടുകളില്ലാതെ അല്ലെങ്കിൽ യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും അത് ഈ അവസരത്തിൽ ഇതുവരെ പറയാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അത് ഈ അവസരത്തിൽ അത് എം.എഫ്. പേഴ്സണലായിട്ട് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ നയിക്കുന്നതിന്റെ ഒരു സന്തോഷം. പിന്നെ 80 വയസ്സ് കഴിഞ്ഞെന്നുള്ളതെന്ന് ഇവിടെ പറഞ്ഞു. ഞാൻ ഈ 1.5 മാസം മുമ്പാണ് ബാനർ ഫിലിം സൊസൈറ്റിക്കാര് രാവിലെ ഒരു ഫിലിം അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് രാവിലെയാണ് സ്ക്രീനിങ്. അവിടെ ഒരാൾ വളരെ അവിടെ മണ്ണ് മടക്കി കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വളരെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നു. അത് ചെയ്ത് വളരെ കൃത്യമായിട്ട്. അപ്പൊ അങ്ങനെ ഒരാൾ 80 വയസ്സ് കഴിഞ്ഞു എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് 80 വയസ്സ് എങ്ങനെ കഴിയുന്നു? ഇങ്ങനെ ഇത്രയും ആക്റ്റീവായിട്ട് ഇപ്പോഴും നിൽക്കുന്ന ഒരാളിനെ നമ്മൾ എന്തിനാ 80 വയസ്സായിരുന്നു? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ ഈ ആക്റ്റീവ് ആയിട്ടുള്ള ആള് ഇനി നാളെ ഇന്നത്തെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നാളെ ഒരു സിനിമ ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എം.എഫ്. തോമസ് രാവിലെ അവിടെ എത്തിയിരിക്കും. അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു ചർച്ച ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയിരിക്കും. പക്ഷെ പോകണം തന്നെ ഞാൻ പറയുന്നത്. ഇപ്പൊ രാജു സാർ പറഞ്ഞ പോലെ പ്രായമല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെയൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അത് വളരെ നല്ല കാര്യം. ഒരു കാര്യം കൂടെ ഞാൻ രുചി പറഞ്ഞ ഒരു കാര്യത്തിന് കൂടെ ഒരു ശകലം ഒന്ന് നീട്ടി ഞാൻ പറയുന്നത്. കാരണം എഴുതുന്നില്ല എന്ന് പറഞ്ഞു. ശരിയാണ്. ഇവിടെ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരു 10 വർഷമായിട്ട് മലയാള സിനിമയിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഫിലിമിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ഡിജിറ്റലിലേക്ക് മാറി. അപ്പൊ ഈ ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറിയ ഈ കാലഘട്ടത്തില് ഫിലിം മേക്കിങ്ങിൽ മാത്രമല്ല അതിന്റെ കാഴ്ചയിലും വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇവർക്കൊക്കെ അറിയാവുന്നതാണ്, എനിക്കും കുറച്ചൊക്കെ അറിയാമെങ്കിലും ഇവരൊക്കെ കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് 16 മുമ്പില് പടം കാണിക്കുമ്പോൾ അതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇന്ന് സിനിമ കാണുന്ന ഒരു രീതിയിലേക്ക് വരുന്നതിനെ പറ്റി ആരെങ്കിലും എഴുതേണ്ടതാണ്. അത് കുറെ കൂടെ അറിവുള്ള ഒരാള് ശ്രീ എം.എഫ്. തോമസ് ആണ് തന്നെയാണ് എന്റെ വിശ്വാസം.
അത് എഴുതാൻ ഇനിയെങ്കിലും ശ്രമിക്കേണ്ടതാണ്. അത്ര ഒരു ഇതിലേക്ക് ഇടപെടേണ്ടതാണ് എന്ന് മാത്രം പറയുന്നു. ഏതായാലും ഇന്നിങ്ങനെ ഇവിടെ നടക്കുന്ന ഇന്ന് ഇത്രയും ഭംഗിയായിട്ട് നടന്ന ഈ ചടങ്ങിന് എല്ലാ ആശംസകളും. എം.എഫ്. തോമസിന് ഇനിയും വരും കാലങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ മലയാള സിനിമയിൽ ഒരു സജീവ സാന്നിധ്യമാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ വിളിച്ചതിനും എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞതിലും ഈ കൂട്ടത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും നന്ദി പറയുന്നു. നമസ്കാരം. സന്തോഷം സുകുമാരൻ നായർ സാർ. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് സ്നേഹാദരങ്ങളുടെ എം.എഫ്. തോമസ് എന്ന ഈ പരിപാടി അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ വി.എസ്. രാജേഷാണ്. അദ്ദേഹം കേരളകൗമുദി പത്രാധിപ സമിതി അംഗവും ഒരു നിരവധി ഹ്രസ്വചിത്രങ്ങളുടെ നിർമ്മാതാവും. അദ്ദേഹത്തെ കുറിച്ച് ഒരു വിശേഷണം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും ഇറിറ്റേറ്റ് ചെയ്യാത്ത ഒരു ഇന്റർവ്യൂറും കൂടെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചോളുന്നു. ആദരണീയനായ അടൂർ സാർ, വേണുചേട്ടൻ, സുകുമാരൻ നായർ, ഷിറാസ് ഖാൻ, ബിജു, ഇന്നത്തെ കഥാപുരുഷൻ ശ്രീ എം.എഫ്. തോമസ്. ഇതൊരു പ്രസംഗത്തിന്റെ ഒരു വേദിയായിട്ട് ഞാൻ കാണുന്നില്ല. ഇതൊരു സൗഹൃദ കൂട്ടായ്മയാണ്. ഇവിടെ പങ്കെടുക്കാൻ അവസരം തന്ന മാധ്യമ പഠന കേന്ദ്രത്തോട് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി കണ്ട് പരിചയപ്പെട്ട ഒരു ചലച്ചിത്ര നിരൂപകൻ ശ്രീ എം.എഫ്. തോമസ് മാഷാണ്. അദ്ദേഹം ഞാൻ കേരളകൗമുദിയിൽ 32 വർഷം മുമ്പ് കേരളകൗമുദിയിൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹം അവിടെ ഒരു പതിവ് സന്ദർശകൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. പിന്നീട് എന്റെ എല്ലാ ചലച്ചിത്ര സംശയങ്ങൾക്കും ഉത്തരം നൽകേണ്ട ഒരു ബാധ്യത തോമസ് മാഷിനെ. എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ തോമസ് മാഷിനെ വിളിക്കും. അന്നേരം ഈ ലോക സിനിമയുടെ ഒരു ജാലകം അദ്ദേഹം തുറന്നു വെച്ചിട്ടുണ്ട്, പ്രേക്ഷകരുടെ ഒരു പാലം പോലെ. പക്ഷെ എന്റെ കൗതുകം തോമസ് മാഷിന് അടൂർ സാറുമായിട്ട് ഭയങ്കര അടുപ്പമാണ്. അടൂർ സാറിനെ കുറിച്ചുള്ള എഴുതിയിട്ടുണ്ട്. അടൂർ സാറ് പുതിയതായിട്ട് സിനിമ എടുക്കുന്നുണ്ടോ, അത്തരം വിവരം. അന്ന് എനിക്ക് അടൂർ സാറിനെ പരിചയമില്ല. അടൂർ സാറ് പുതിയ സിനിമ എടുക്കുന്നുണ്ടോ, ഇത്തരം വിവരങ്ങൾ എങ്ങനെങ്കിലും തോമസ് മാഷിൽ നിന്ന് കിട്ടുമോ എന്നായിരുന്നു. പക്ഷെ തോമസ് മാഷ് ഒന്നും വിട്ടു പറയത്തില്ല അത്തരം കാര്യങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോ എന്നിട്ട് ഞാൻ ചോദിക്കും, അടൂർ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് സംസാരിക്കാൻ പറ്റൂ? അത് നോക്കൂ, കുഴപ്പമൊന്നുമില്ല, നല്ല മനുഷ്യനാണെന്ന് പറയും. തോമസ് മാഷിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും വളരെ അടൂർ സാറ് സൂചിപ്പിച്ച പോലെ വളരെ സൗമ്യമായിട്ടാണ് എഴുതുന്നത്. മാത്രമല്ല സംസാരിക്കും. ഇത്രയും വിനയത്തോടെ നമ്മള് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതാണ് അദ്ദേഹം നടക്കുന്നത് പോലും. പക്ഷെ സിനിമയുടെ ഈ ലാംഗ്വേജ്, ഇത് എഴുതുമ്പോൾ ഈ ലോക സിനിമയെ കുറിച്ച് എഴുതുന്ന ഇന്നത്തെ പോലെ നമുക്കൊന്നും മനസ്സിലാകാത്ത രീതിയിലല്ല, വളരെ ശക്തമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്നാൽ ലളിതമായിട്ട് എഴുതുമായിരുന്നു. അതൊക്കെ നമ്മൾ വളരെ ആവേശത്തോടെ വായിച്ചിട്ടുണ്ട്. അടൂർ സാറിന്റെ കാര്യം ഒരു കഥ, അത് ഇവിടെ അത്രമാത്രം പ്രസക്തമാണെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായി അടൂർ സാറിനെ കണ്ട കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അന്ന് ഞാൻ തിരുവനന്തപുരം ബ്യൂറോ ജോലി ചെയ്യുമ്പോഴാണ് കഥാപുരുഷൻ എന്നുള്ള സിനിമ അനൗൺസ്. 25 വർഷം മുമ്പാണ്, 95-ലാണ്, 30 വർഷം മുമ്പാണ്. അന്നേരം അന്ന് ഞങ്ങളുടെ ബ്യൂറോ ചീഫ് ആയിരുന്ന BC ജോജോ, അദ്ദേഹം ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. ജോജോ അടൂർ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഞായറാഴ്ചയാണ്, ഒരു സിനിമ പുതിയതായിട്ട് വരികയാണല്ലോ, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. അന്നേരം ആരുണ്ട് എന്ന് ചോദിച്ചപ്പോ ഞാനൊരു നന്നായിട്ട് എഴുതുന്ന ഒരു പയ്യനെ വിടാമെന്നാ പറഞ്ഞത്. അന്നൊരു പയ്യനായിരുന്നു തോന്നുന്നു. അങ്ങനെ ശങ്കരൻകുട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ, അദ്ദേഹത്തെ കൂട്ടി ഞാൻ ഉച്ചയ്ക്ക് ഒരു 2:30 മണിക്കൂറിയ ആക്കുളത്തെ സാറിന്റെ വസതിയിലെത്തി. അങ്ങനെ ശങ്കരൻകുട്ടിയെ സാറിന് നേരത്തെ അറിയാം, വളരെ ദീർഘകാലത്തെ പരിചയമുണ്ട്. അന്നേരം ഞാൻ അവിടെ ചെന്നിരുന്നു, സാർ ഇരിക്കാനൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പേനയും പേപ്പറും എടുത്ത് അന്നേരം ഇനി ചോദിച്ചു തുടങ്ങാം എന്നുള്ള രീതിയിൽ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ സാർ ചോദിച്ചു, ഇന്റർവ്യൂ ചെയ്യാനാണോ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ. ടേപ്പ് റെക്കോർഡർ ഇല്ലേ? ഞാൻ പറഞ്ഞ ടേപ്പ് റെക്കോർഡർ എടുത്തില്ല. ഇല്ല. അന്നേരം പിന്നെ ഞാൻ എന്തെങ്കിലും പറയും, നിങ്ങളെ വായി തോന്നുന്ന എന്തെങ്കിലും എഴുതി വെക്കും. പിന്നെ അത് തിരുത്താൻ വേണ്ടി ഞാൻ പോകേണ്ടി വരും. അന്നേരം നമ്മളാകെ ധർമ്മസങ്കടത്തിലായി. അന്നേരം ശങ്കരൻകുട്ടി പറഞ്ഞു, കുഴപ്പമില്ലാതെ എഴുതുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അന്നേരം സാർ ഒരു കണ്ടീഷൻ വെച്ചു, ഒരു കാര്യം ചെയ്യാം, സംസാരിക്കാം, പക്ഷെ വായിച്ച് കേൾപ്പിച്ചിട്ടേ കൊടുക്കാവൂ. അത് ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു. ഞാനന്ന് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് ട്രെയിനിൽ പോയി വരുന്ന കാലമാണ്. അന്നേരം ഞാൻ ജോജോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞായിരുന്നു, ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്നേരം ട്രെയിനിന്റെ സമയത്തുകൊണ്ട് ഞാൻ സാറിനെ വിളിക്കാൻ പറ്റിയില്ല. ഞാൻ കൊല്ലത്ത് പോയി അടുത്ത ദിവസം രാവിലെ ട്രെയിനിൽ വന്ന് കേരളകൗമുദി ഓഫീസിലെത്തി. അതിന്റെ റിസപ്ഷനിൽ ചെന്നപ്പോ റിസപ്ഷനിസ്റ്റ്, അവരുടെ പേര് ശ്രീരേഖയാണ്, ഇപ്പോഴും മറന്നിട്ടില്ല. അവർ പറഞ്ഞു, അടൂർ ഗോപാലകൃഷ്ണൻ സാർ വിളിച്ചിരുന്നു, 2 തവണ വിളിച്ചു, അടിയന്തരമായിട്ട് തിരിച്ചു വിളിക്കണം.
ഞാനാകെ പേടിച്ചു, ഇനി എന്തെങ്കിലും കുഴപ്പമാണോ? അങ്ങനെ ഞാൻ സാറിനെ വിളിച്ചു. സാറിന്റെ ആദ്യത്തെ ചോദ്യം, അനുസരണശീലം തീരെ ഇല്ല അല്ലേ? അന്നേരം ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്നെ വിളിച്ച് ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ. ഞാൻ അന്നേരം ഒന്ന് പ്ലേറ്റ് മാറ്റി നോക്കി. സാറെ വിളിച്ച് ചോദിച്ചില്ലേ? അത് ശരി, നിങ്ങൾ എന്നോട് ചോദിക്കാതെ വിളിച്ച് ചോദിച്ചില്ലേ? ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ബ്യൂറോയിൽ പറഞ്ഞിരുന്നു, ജോജോ ആരെങ്കിലും കൊണ്ട് വിളിപ്പിച്ചതാണെന്ന് കരുതി. എന്നിട്ട് ഞാൻ പിന്നെയും ചോദിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം സാറ് പറഞ്ഞു, കുഴപ്പമില്ല, നന്നായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. അതിനുശേഷം സാറ് എന്റെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായി മാറി. എന്റെ വീട്ടിലെ ഒരു മുതിർന്ന കാരണവരെ പോലെ എനിക്ക് എപ്പോഴും സമീപിക്കാവുന്ന, ഒരു പേനയും പേപ്പറും ഇല്ലാതെ സംസാരിക്കാവുന്ന ആ ഒരു അടുപ്പത്തിലേക്ക് വന്നു. അന്ന് എം.എഫ്. തോമസ് മാഷാണ് എപ്പോഴും അടൂർ സാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു. സാറ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, വളരെ സരസനും. അത് പിന്നീട് എനിക്ക് അത് പിന്നെ എപ്പോഴും അത് നമുക്ക് മനസ്സിലായി. കാരണം എം.എഫ്. തോമസ് സാറിന്റെ കാലത്തെ നിരൂപണവും ഇന്നത്തെ നിരൂപണവും, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ വിനു അബ്രഹാം നിരൂപണത്തിന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ വളരെ സത്യമാണ് അത്. കാരണം ഇന്ന് നിരൂപണം മലയാള പത്രപ്രവർത്തനത്തിൽ ഞാൻ ആ പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ മലയാള പത്രപ്രവർത്തനത്തിൽ ഇന്ന് നിരൂപണത്തിന് പ്രസക്തിയില്ല. കാരണം മാർക്കറ്റിംഗ് ടീം എന്ന് മേൽക്കൈ നേടിയോ പത്രങ്ങളിൽ അവര് പറയുന്നത്, ഇപ്പൊ നിരൂപണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ പരസ്യം തരും. പരസ്യം തരുമ്പോൾ കൊടുക്കേണ്ട നിരൂപണം ഒന്നുകിൽ അവർ തന്നെ എഴുതി തരും. അതാണ് ഇന്നത്തെ നിരൂപണം. അത് വളരെ ഒരു ദയനീയമായ കാഴ്ചയാണ്. അത് പത്രപ്രവർത്തനത്തിൽ രംഗത്തുണ്ടായ അല്ലെങ്കിൽ നിരൂപണ സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല രീതിയിൽ എഴുതുന്നവർ എന്തുകൊണ്ട് നിശബ്ദരായി എന്ന് ചോദിച്ചാൽ അതിന് ഒരു കാരണം ഈ ഒരു മാർക്കറ്റ് ഓറിയന്റഡ് ജേർണലിസം വന്നു. അപ്പോൾ പത്രപ്രവർത്തനത്തിൽ പരസ്യത്തിന് പ്രാധാന്യം വന്നു. വലിയ സിനിമയുടെ പരസ്യം വേണമെങ്കിൽ ആ സിനിമയെ കുറിച്ച് നേരത്തെ തന്നെ ഇപ്പോൾ അതിന് ടെലിവിഷൻ ചാനലിലൊക്കെ പ്രൊമോഷണൽ വീഡിയോ ചെയ്യണമെന്ന് പറയുന്ന പോലെ നേരത്തെ അവരെ കുറിച്ച് എഴുതുക, അവർ അഭിനയിക്കുന്നവരെ കുറിച്ച് എഴുതുക, സംവിധായകരെ കുറിച്ച് എഴുതുക, എല്ലാം നല്ല വാക്കുകൾ മാത്രം. കോഴിക്കോട് തന്നെ നമ്മുടെ സഹപ്രവർത്തകനായിരുന്ന ഒരു പത്രപ്രവർത്തക സുഹൃത്തിന്, അദ്ദേഹം യുവ എന്ന് പറയാൻ പറ്റില്ല, മലയാളത്തിലെ ഒരു ശ്രദ്ധേയനായ സംവിധായകന്റെ സിനിമയെ കുറിച്ച് 1-2 വരികൾ എഴുതിപ്പോയി. അവർ വലിയ സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ മാനേജ്മെന്റിനെ കൊണ്ട് ഇടപെട്ട് മാറ്റിച്ചു. അയാൾ ആ ജോലി ചുമതലയിൽ ഒരു വാരികയുടെ ചുമതലയിൽ. അങ്ങനെയുള്ള സംഭവങ്ങൾ വരെ ഉണ്ടാകുന്ന ഒരു കാലത്ത് ചലച്ചിത്ര നിരൂപണം നമ്മുടെ ഭാഷയിൽ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികളും മാധ്യമങ്ങളാണ്, ചലച്ചിത്ര നിരൂപകരല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അവിടെയൊക്കെയാണ് എം.എഫ്. തോമസ് മാഷിനെ പോലുള്ള ഒരു വലിയ നിരൂപകൻ. അദ്ദേഹത്തെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വേദിയിലെ അടൂർ സാർ അദ്ദേഹത്തിന്റെ ചിരകാല സുഹൃത്തു കൂടിയാണ് ആദരിച്ചപ്പോൾ ഇന്ത്യൻ സിനിമയാണ് യഥാർത്ഥത്തിൽ എം.എഫ്. തോമസ് മാഷിനെ ആദരിച്ചത്. പക്ഷെ എന്നാൽ കേരളം എത്രമാത്രം അദ്ദേഹത്തെ വലിയ രീതിയിൽ ആദരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് മറുപടിയില്ല. വലിയ ആദരവ് അറിയിക്കുന്ന, വലിയ അംഗീകാരങ്ങൾ കിട്ടേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ എഴുത്തിലൂടെ അംഗീകാരം നമ്മളെ പോലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ വായിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ അത് എന്നും നേടിയിട്ടുണ്ട്. ഈ 80ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഇവിടെ എല്ലാവരും ആശംസിച്ച പോലെ കൂടുതൽ എഴുതാനുള്ള പ്രേരണ ഉണ്ടാവട്ടെ. എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. എന്നെ കുറിച്ച് ഷിറാസ് ഖാൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. അതിൽ അദ്ദേഹം കഴകം എന്നുള്ള സിനിമയുടെ വിവാദത്തെ കുറിച്ച് പറഞ്ഞു. വിവാദങ്ങൾ ആരും ഓർക്കുന്നു ഇപ്പോൾ, എത്രയോ വർഷം മുമ്പ്. പക്ഷെ എനിക്ക് ആ വിവാദത്തിലൂടെ കിട്ടിയത് ഏറ്റവും നല്ല സുഹൃത്തായ ശ്രീ സുകുമാരൻ നായരെയാണ്. അത് ആ വിവാദം ശരിക്കും അന്ന് ഈ ഒരു ജൂറി, മലയാറ്റൂർ രാമകൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള ചലച്ചിത്ര ജൂറി അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ കഴകത്തിലായിരുന്നു മികച്ച ചിത്രത്തിനുള്ള അവാർഡ്. അന്ന് അതിനെ തെള്ളി അതിനെ ഒരു ജൂറി അംഗം പറഞ്ഞപ്പോൾ പത്രപ്രവർത്തകന്റെ കൗതുകം, അവാർഡ് പ്രഖ്യാപിച്ച് അരമണിക്കൂറിനുള്ള ജൂറി അംഗം അവാർഡ് തള്ളി പറഞ്ഞു. അന്നേരം അത് വാർത്തയാക്കി. പക്ഷെ വാർത്തയ്ക്ക് ശേഷം ഉണ്ടായ വിവാദങ്ങൾ അത് നമ്മുടെ കൈ പോലും നിൽക്കുന്നതായിരുന്നില്ല. പക്ഷെ അതിലൂടെ എനിക്ക് സുകുമാരൻ നായരെ പോലെ ഒരു വലിയ സംവിധായകന്റെ ഒരു ദീർഘകാല സൗഹൃദത്തിലേക്ക് ആ വിവാദം അതിന് വഴിതെളിച്ചു. അത് ഓർക്കുമ്പോൾ ഞാൻ ആ വിവാദമല്ല ഓർക്കുന്നത്, സുകുമാരൻ നായർ എന്ന സുഹൃത്തിനെയാണ് ഓർക്കുന്നത്. ഇവിടെ ഈ വേദിയിൽ വേണുചേട്ടനുണ്ട്. അങ്ങനെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ ഒത്തുചേർന്ന് തോമസ് മാഷിനെ ആദരിക്കുന്ന കാണാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. കൂടുതൽ അംഗീകാരങ്ങൾ ഈ പ്രായത്തിലും അദ്ദേഹത്തെ ഇനിയും കേരളം കൂടുതൽ ആദരിക്കേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ആശംസകളും, പ്രത്യേകിച്ച് കേരള കൗമുദിയുടെ ആശംസകളും ഞാൻ ഈ വേളയിൽ അറിയിക്കുന്നു. സന്തോഷം വി.എസ്. രാജേഷ്. അടുത്തതായിട്ട് നവതലമുറയ്ക്ക് ഒരു ബാനർ ഫിലിം സൊസൈറ്റികളിൽ പുത്തൻ വഴി തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ബാനർ ഫിലിം സൊസൈറ്റിയുടെ ജേതാവ് ശ്രീ ബാനർ ബിജുവിനെ ക്ഷണിക്കുന്നു. അദ്ദേഹമാണ് തോമസ് സാറിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഇവിടെ സംവിധാനം ചെയ്ത് ബാനർ ബിജുവിനെ ക്ഷണിക്കുന്നു. ഈ വേദിയിലെ ഏറ്റവും ആദരണീയരായ വ്യക്തിത്വങ്ങൾ,
അടൂർ സാറും സുമാൽ സാറും വേണു സാറും അജയ് സാറും ഒക്കെ അടങ്ങിയ ഈ വേദി ഒരു ഫിലിം സൊസൈറ്റി പ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിൻ്റെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൻ്റെ അടിത്തറ ഇട്ടവരുടെ വേദിയും കൂടിയാണിത്. അടൂർ സാറിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ ചടങ്ങ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളുടെയും അടിത്തറ ഒരുക്കുന്നതിൽ ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം വഹിച്ച പങ്ക് നിസ്സാരമല്ല. അതിൻ്റെ ആ ശക്തമായ അടിത്തറയിലാണ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് പുതുതായിട്ട്. അങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വേദി, അതിൻ്റെ ഓർമ്മപ്പെടുത്തലും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അടൂർ സാറിൻ്റെ കാലത്തെ ചിത്രലേഖയുടെ ചരിത്രം, ചിത്രലേഖയിലും തോമസ് സാറിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. 80 വയസ്സ്, അത് 80 വയസ്സ് പൂർത്തിയാകുന്ന ജൂലൈയിലാണ് സാറിന്റെ ഒരു കാലം നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും 80ാമത്തെ വയസ്സിലേക്ക് സാറ് പ്രവേശിച്ചിട്ടുണ്ട്. സാറിന്റെ പ്രായത്തെക്കുറിച്ച് ഒക്കെ പല സൂചനകളും പ്രവർത്തനത്തിന്റെ നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ബാനറിന്റെ അനുഭവത്തിൽ നിന്ന് അത് കൃത്യമായി മനസ്സിലായ ഒരു സംഗതി, സംസാരിക്കേണ്ടുന്ന സന്ദർഭങ്ങൾ വരും ബാനറിന്റെ പരിപാടികളിലൊക്കെ. സാറ് സംസാരിക്കുന്നതിന്റെ രീതികളെ കുറിച്ച് ഡോക്യുമെന്ററിയിൽ പലരും സാറിന്റെ രീതികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ കുറച്ചു കാലമായി സാറ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ചില കുറിപ്പുകൾ തയ്യാറാക്കിയിട്ടാണ്. പക്ഷെ ആ കുറിപ്പുകളിൽ തയ്യാറാക്കുന്ന ആ ഭാഷയുടെ കരുത്ത്, അത് ഉറപ്പായിട്ടും അത് ഇവിടെ അടൂർ സാറ് പറഞ്ഞ സംഗതി തോമസ് സാറ് ഏറ്റെടുക്കണം എന്നുള്ളതിന്റെ ഉറപ്പ് അതിനകത്തുണ്ട്. എന്തൊരു ശക്തമായ ഭാഷയാണ് അതിനകത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി സാറ് ഉപയോഗിക്കുന്നത്. ഇതുപോലുള്ള ഭാഷ കൈവശമുള്ള ഒരാള് എഴുതാതിരിക്കുന്നത് വലിയ നഷ്ടമാണ്. അത് ഈ വേദിയിൽ വെച്ച് അടൂർ സാർ പറഞ്ഞതിന് ഒന്നുകൂടി അടിവരയിട്ട് ഞാനും പറയാം. കാരണം സാറിനോടൊപ്പം കഴിഞ്ഞ 20 വർഷമായി കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരാളാണ്. ബാനറിന്റെ പ്രവർത്തനത്തിനും 21 വർഷം കഴിഞ്ഞു. ഈ കാലത്തെല്ലാം സാറിന്റെ ഈ അനുഭവങ്ങൾ, അത് കേരളം സൃഷ്ടിച്ചെടുത്ത അനുഭവങ്ങളാണ്. അത് സാറിന്റെ വ്യക്തിപരമായ സംഗതിയല്ല. ഒരു കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആ കരുത്ത്, അത് നമ്മളിലേക്ക് ഇങ്ങനെ പകർന്നു തരാൻ ഒരു തടസ്സവും ഇല്ലാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യനോടൊപ്പം സഞ്ചരിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളിലൊന്നാണ് ബാനറിന്റെ പ്രവർത്തനം. അത് ഓരോരുത്തർക്കും അവരുടേതായ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആ മേഖലയിലുള്ള പ്രവർത്തനങ്ങളിൽ ഒരു ഇപ്പോഴത്തെ ഒരു സഹകാരി എന്ന നിലയിൽ എൻ്റെ അനുഭവം ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും തോമസ് സാറിനെ പോലുള്ള ആളുകൾ ശരിക്കും കേവലം വ്യക്തികളല്ല. അടൂർ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഒരു വ്യക്തിയല്ല, അത് കേരളത്തിന്റെ ചരിത്രപരമായ സംഭാവനകളാണ്, സാമൂഹ്യമായ അസറ്റാണത്, ആ സാമൂഹ്യമായ ഒരു സൃഷ്ടിയാണ്. അത് സമൂഹം ഏറ്റെടുക്കണം. അതിന് ആദരവോടുകൂടി ഏറ്റെടുക്കുക, സംരക്ഷിക്കുക, അതിനെ വളർത്തിയെടുക്കുക, കൈമാറുക എന്ന് പറയുന്ന ഒരു പ്രക്രിയക്കകത്ത് എന്തുകൊണ്ടോ പല തടസ്സങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിരൂപണത്തിന്റെ രീതികളെ കുറിച്ച് ഇവിടെ പലരും സംസാരിച്ചപ്പോൾ നമ്മുടെ സമൂഹം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആ അളവിലേക്കുള്ള ഒരു സാംസ്കാരിക വളർച്ചയ്ക്ക് പല തടസ്സങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതേപോലുള്ള നന്മകളെ അതിനനുസൃതമായി വളർന്നു വികസിക്കാൻ പറ്റാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ കുറച്ചുകൂടി ബോധപൂർവമായ ഇടപെടൽ നടത്തിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം നമുക്ക് സംരക്ഷിക്കാനും വളർത്താനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അത് ഒറ്റയ്ക്ക് പറ്റില്ല, വളരെ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഓരോരുത്തരുടെയും അറിവുകളെ അത് കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഭാഗത്തേക്ക് ഓരോരുത്തരും തയ്യാറായി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവര് ഭാഗത്തുന്ന ആ അടിത്തറയ്ക്ക് കൃത്യമായ വളർച്ച നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അത് ഈ കാലഘട്ടം കൂടി ആവശ്യപ്പെടുന്നതാണ് എന്നുള്ള ഒരു മനസ്സിലാക്കലാണ് വ്യക്തിപരമായി എനിക്കുള്ളത്. തോമസ് സാറിന്റെ ഈ ചടങ്ങ്
അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയായിട്ടാണ് ഈ ഒത്തുചേരൽ എന്ന് പറയുന്നത്. ഒരു നിസ്സാരമായ ഒരു സംഗതിയല്ല. നമ്മുടെ മനുഷ്യന് സൃഷ്ടിക്കാവുന്ന നന്മകളുടെ ഏറ്റവും നല്ല മാതൃകകളിൽ ഒന്നാണ് തോമസ് ആറും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. സന്തോഷം ബിജു. മറുപടി പ്രസംഗത്തിനായി എം എഫ് തോമസ് സാറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, എന്തിന് നീ ഇത്രയും നാൾ ജീവിച്ചിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആണ് ഈ നിമിഷം. സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന എത്രയോ പേർ, അവരുടെ മുഖങ്ങളാണ് ഞാൻ ഇവിടെയൊക്കെ കാണുന്നത്. അവരൊക്കെ ഒളിച്ചിരിക്കുകയായിരുന്നു. പൊട്ടിത്തെറിക്കാൻ അവർക്കൊരവസരം വരുന്നു. ഞാൻ ധന്യനായി. മരിച്ചു കഴിയുമ്പോൾ അപദാനങ്ങളും കള്ളബഹുമതികളും നൽകി ആത്മാർത്ഥതയില്ലാതെ പ്രശംസിച്ചിട്ട് എന്തു കാര്യം? ഒരു ചെറു പുഞ്ചിരി പോലും അപൂർവമായ ഇക്കാലത്ത് എനിക്ക് 80-ാം വയസ്സിൽ ലഭിച്ചത് അന്തമില്ലാത്ത അനന്തമായ സ്നേഹമാണ്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ആരോടൊക്കെ നന്ദി പറയണമെന്നും അറിയില്ല. അനേകം മുഖങ്ങൾ ഉയർന്നു വരുന്നു. ഡോക്ടർ ഷിറാസ് ഖാൻ, മാധ്യമ പഠന കേന്ദ്രം, മമ്മൂട്ടി അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ച് ഇതിൽ പങ്കെടുക്കുവാൻ നിർബന്ധം കാണിച്ച ആത്മസുഹൃത്ത് അടൂർ ഗോപാലകൃഷ്ണൻ, PS പ്രദീപ്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത എത്രയോ പേർ. ജന്മദിനാഘോഷങ്ങളോട് എനിക്ക് പൊതുവെ യോജിപ്പില്ല. അത് എന്താണ് ഇത്ര പറയാനിരിക്കുന്നത്? 60-ഉം 70-ഉം 75-ഉം പായസം പോലും കഴിക്കാതെ കടന്നുപോയി. 80-ലെത്തിയപ്പോൾ കണ്ണു തള്ളിപ്പോയി എൻ്റെ. ഇത് ചെറിയ കാര്യമല്ലല്ലോ എന്ന് തോന്നി. കൂട്ടുകാരും കൂടെ പഠിച്ചവരും കൂടെ പിറപ്പുകളും ബന്ധുക്കളും കൂടെ നടന്നവരുമൊക്കെ മൺമറഞ്ഞുപോയി. ഞാൻ മാത്രം ബാക്കി. അത് അത്ര ചെറിയ കാര്യമല്ല എന്ന് തോന്നി. രോഗങ്ങളും പ്രായാധിക്യവും തളർത്തുമ്പോഴും വീർപ്പുമുട്ടിക്കുമ്പോഴും മുന്നോട്ട് തന്നെ മാർച്ച് ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? വികാരത്തള്ളിച്ചയിൽ വാക്കുകൾ പോലും മുറിഞ്ഞു പോകുന്നു. എന്തൊക്കെയോ ചെയ്തതെല്ലാം ലക്ഷ്യബോധത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും നിർവഹിച്ചു. മണ്ണിൽ മനുഷ്യനോടൊപ്പം നിൽക്കാൻ എന്നും ശ്രമിച്ചു. നിലപാടുകൾ മുറുകെ പിടിച്ചു. അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലായിരുന്നു. നല്ല സിനിമയോടൊപ്പം എന്നും നിലകൊണ്ടു. അന്നും ഇന്നും. അതാണ് എന്നെ ഞാനാക്കിയത്, എന്നെ ജീവിപ്പിക്കുന്നത്, ഇന്നും ജീവിപ്പിക്കുന്നത്. ഇന്നെനിക്കറിയാം, സിനിമ എന്ന മഹാപ്രവാഹത്തിൽ എന്നോ ഇഴചേർന്ന എന്റെ പ്രവർത്തനങ്ങളുടെ അഭാവത്തിൽ അത് പൂർണ്ണമാകില്ല എന്നെനിക്ക് ഇന്നറിയാം. ആ തിരിച്ചറിവോടെ ശിഷ്ടകാലവും നിങ്ങളുടെയെല്ലാം ആശീർവാദത്തോടെ ഞാൻ തുടരുമെന്ന് ഉറപ്പുതരുന്നു. നന്ദി, നമസ്കാരം. റെസിഡൻസ് അസോസിയേഷൻകാരിവിടെ എത്തിയിട്ടുണ്ട്. സാറിനെ ആദരിക്കുന്നതിനായി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചു. ഞാൻ പ്രശാന്ത് നഗർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. എന്റെ പേര് രാജൻ റാവുത്ത്. 2 വാക്ക് പറയണം എന്നുള്ള
ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് പറയുകയാണ്. ഞാൻ പ്രശാന്ത് നഗറിൽ സ്ഥിരതാമസമാക്കിയിട്ട് 40 വർഷമായെങ്കിലും ഈ അടുത്ത സമയത്താണ് ശ്രീ എം.എഫ്. തോമസ് സാറുമായിട്ട് പരിചയമായത്. അദ്ദേഹത്തെ അങ്ങനെ സാധാരണയായി ആരും ശ്രദ്ധിക്കാറില്ല. അതുവഴി എന്താ പറയുക, അടൂർ ഗോപാലൻ സാർ പറഞ്ഞ പോലെ വളരെ സൗമ്യനായ ഒരു മനുഷ്യൻ റോഡിന്റെ ഓരം ചേർന്ന് പലപ്പോഴും പോകുന്നത് ഞാൻ കണ്ടു. ഒരു സഞ്ചിൻ തൂക്കി ഞാൻ വർഷങ്ങളായി കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായില്ല ആരെന്നോ എന്തെന്നോ ഒന്നും തന്നെ. പക്ഷെ ഈ 4 വർഷത്തിന് മുമ്പ് ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്നും അദ്ദേഹത്തെ പറ്റിയുള്ള പ്രസക്തിയും കാര്യങ്ങളും ഞാൻ അറിയാൻ സാധ്യതയാണ്. അറിഞ്ഞു വന്നപ്പോഴാണ് അദ്ദേഹം ഒരു മഹാപ്രപഞ്ചം, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ഒതുങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ പ്രശാന്ത് നഗറിലെ ജനങ്ങൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായിട്ട് അറിയില്ല. അപ്പോ അദ്ദേഹത്തെ ഈ അടുത്ത സമയത്ത് വളരെ കൂടുതൽ അടുത്ത് അറിയാനും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. അത് തന്നെ അവിടുത്തെ പ്രധാന വ്യക്തികളെല്ലാം ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു 10-15 പ്രശാന്ത് നഗർ നിവാസികൾ ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ അംഗീകാരമാണ്. അദ്ദേഹം താമസിക്കുന്ന ഞങ്ങളുടെ പ്രശാന്ത് നഗറിന്റെ എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ ഒരു സ്നേഹ ഉപഹാരം അല്ലെങ്കിൽ അങ്ങേ ആദരിക്കുന്നു. ശ്രീ അടൂർ സാറിന്റെയും വേണു സാറിന്റെയും ഒക്കെ മുൻപിൽ വെച്ച് ഇതിനൊരു ഭാഗ്യം കിട്ടിയത് ഞാനൊരു അനുഗ്രഹമായി കരുതുന്നു. കാര്യം ഈ മാധ്യമ പഠന കേന്ദ്രം സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിവെച്ച ഒരു പ്രസ്ഥാനമാണ്. ഇതിന്റെ സ്ഥാപക പ്രസിഡന്റ് നമ്മുടെ എം.എഫ്. തോമസ് സാറാണ്. പിന്നെ ഡോക്ടർ ഷിറാസ് ഖാനാണ് അതിന്റെ ഫൗണ്ടർ ഡയറക്ടർ. നൌഷാദ് അലി, ഞാന്, പിന്നെ നിങ്ങൾക്ക് അറിയാമോന്ന് അറിഞ്ഞില്ല, ഒരു ഡോക്ടർ മണികണ്ഠ മേനോൻ. അദ്ദേഹം ഇപ്പം പൂർണ്ണമായും ശ്രീ രവിശങ്കർജിയുടെ ആശ്രമത്തിൽ അവിടെ ആയുർവേദ റിസർച്ചും കാര്യങ്ങളുമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകും. നല്ല രീതിയിൽ ചർച്ചകൾ, സെമിനാറുകളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. മാധ്യമ പഠന കേന്ദ്രം മിഡ്മിക്സുമായി ചേർന്ന് മാധ്യമ അവാർഡ്, TV അവാർഡൊക്കെ നടത്തിയിരുന്നു. പിന്നെ ചില ഔദ്യോഗിക രംഗത്തെ തിരക്കുകൾ കാരണം ഇതിന് നേതൃത്വം നൽകിയ ഷിറാസ് ഖാൻ അദ്ദേഹത്തിന് ഒരു അല്പം വിട്ടുനിൽക്കേണ്ടി വന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സിനിമാ രംഗത്തെ പരമോന്നതനായ മലയാള സിനിമയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാർ അവർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. പ്രശസ്ത സിനിമാറ്റോഗ്രാഫറും സംവിധായകനുമൊക്കെ ശ്രീ വേണു അവർക്ക് പ്രത്യേകം നന്ദി. പ്രശസ്ത സംവിധായകൻ ശ്രീ M.P. സുകുമാരൻ നായർ സാർ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. കൗമുദി പത്രത്തിന്റെ പ്രധാന ആളായ ശ്രീ V.V. രാജേഷ്, ഇനിഷ്യൽ തെറ്റിപ്പോയി, V.S. രാജേഷ് അവർക്ക് പ്രത്യേകം നന്ദി. ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൽ പ്രമുഖനായ ശ്രീ ബാനർ ബിജു അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ എന്റെ സുഹൃത്തു കൂടിയായ നൌഷാദ് അലിക്ക് പ്രത്യേകം നന്ദി.